കശ്മീർ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29ആയി. ബാരാമുള്ളയിൽ പാക് ഷെല്ലാക്രമണത്തിൽ തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യം 2 ഭീകരരെ വധിച്ചു. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയ ഡൽഹിയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ നിന്ന് പി ബസന്തും അർജുൻ പീതാംബരനുമാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബസന്തിലേക്കാണ് ആദ്യം. ബസന്ത്, രാജ്യം നടുങ്ങിയ ദിവസമായിരുന്നു ഇന്നലെ. ഇനി ഇന്ത്യ എന്ത് ചെയ്യും, എങ്ങനെയാണ് തിരിച്ചടിക്കുക, എങ്ങനെയാണ് പ്രതിരോധിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചടുലമായ നീക്കങ്ങൾ? ആര്യ, ഇന്ന് രാവിലെ ചേരാനിരുന്ന കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി യോഗം വൈകിട്ട് 6 മണിക്ക് ചേരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി തൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ന് പുലർച്ചെ ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷം പ്രാഥമികമായ ഒരു വിലയിരുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശമന്ത്രി എസ് ജയശങ്കർ, വിദേശ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവരുമായി അദ്ദേഹം ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയ ശേഷമാണ് ഇപ്പോൾ വൈകിട്ട് ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പഹൽഗാം സന്ദർശിച്ചിട്ടുണ്ട്. പഹൽഗാമിലെ സംഭവ സ്ഥലത്ത് അദ്ദേഹം കനത്ത സുരക്ഷയിൽ അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരുടെ ബന്ധുമിത്രാദികളെയും കണ്ട് ആശ്വസിപ്പിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കശ്മീരിൽ തുടരുന്നത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കമുള്ളവരുമായിട്ട് അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തിയിട്ടുണ്ട്. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള സമ്മർദ്ദം സർക്കാരിന് മേലുള്ള, അതേസമയം തിരിച്ചടിക്കണം എന്നുള്ള തരത്തിൽ പുൽവാമയ്ക്കുണ്ടായ അതേ തിരിച്ചടി, അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടിയുള്ള ഒരു തിരിച്ചടി ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന സമ്മർദ്ദം. പക്ഷേ സർക്കാർ ഏത് രീതിയിലായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. സാമ്പത്തിക ഉപരോധമടക്കമുള്ളവ ഇന്ത്യ നേരത്തെ തന്നെ സ്വീകരിച്ച തന്നെ നടപടികളാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് പിന്നിൽ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും പ്രതികരണം എന്നുള്ളത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ചേരുന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള യോഗത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ? പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തുടരുകയാണോ? മഞ്ഞുരുകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ നുഴഞ്ഞുകയറ്റവും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള മേഖലകളിലുള്ളത്. അവിടെ ശക്തമായ തിരിച്ചടി തന്നെയാണ് കരസേന അല്ലെങ്കിൽ ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ നൽകുന്നതും എന്നുള്ളതും നമുക്ക് കഴിഞ്ഞ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു വിഷയം, ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലകളിൽ, അതായത് ലഡാക്ക് മേഖലയിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്നുണ്ട്. ആയുധ വിന്യാസങ്ങളുണ്ട്. സൈനിക ഉപകരണങ്ങൾ തന്നെ വലിയ തോതിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവയെല്ലാം തന്നെ ഈ പാകിസ്ഥാൻ അതിർത്തി അല്ലെങ്കിൽ നിയന്ത്രണ രേഖയുടെ സമീപത്ത് നിന്നും മാറ്റിയ ഒരു വിന്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു സേനാ തലത്തിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കുമോ ഉണ്ടാകുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട്, അതായത് ലഡാക്കിലെ സ്ഥിതിവിശേഷം, അതോടൊപ്പം തന്നെ മറ്റ് ലോജിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സേനയുടെ ലഭ്യത, ഇവയെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കും ഒരു തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകുന്നത്. പുൽവാമയുടെ കാര്യത്തിൽ പോലും 12 ദിവസത്തിന് ശേഷമാണ് അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയത്. അതായത് ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഭീകരരെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അന്ന് ഇന്ത്യ ഉറിക്ക് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. പുൽവാമയ്ക്ക് ശേഷം ബാലാകോട്ടിൽ, അതായത് ഖൈബർ പഖ്തൂൺഖ്വയിൽ നടത്തിയ ഒരു ബോംബാക്രമണമാണ് ഇതുപോലെ ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ തകർക്കുന്നത്. ഓർമ്മയായി നിൽക്കുന്നുണ്ട്, പുൽവാമ നമ്മുടെ മുന്നിൽ ഓർമ്മയായി നിൽക്കുന്നുണ്ട്. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും, അതിനുള്ള കരുത്ത് ഭാരതത്തിനുണ്ട്.